വീമ്പ് പറച്ചിൽ മാത്രമേ ഉള്ളൂ ധൈര്യം ഉണ്ടെന്ന്. വീമ്പ് പറച്ചിലല്ല, ഇതുപോലത്തെ ഒരു കാട്ടി യക്ഷി ഒന്നുമില്ലെങ്കിൽ തളച്ചോണ്ട് കിടക്കുന്നില്ല ഞാൻ. എന്നെ എന്തിനാ കാട്ടി യക്ഷിന്നും വെള്ളാടി മുത്തിന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ നിനക്ക് അതുമായിട്ട് കുറച്ച് രൂപസാദൃശ്യമുള്ളതുകൊണ്ടല്ലേ. ഇതെന്താ കയ്യിലൊരു പൊതി? കാവിൽ ഉത്സവം കൂടിയിരിക്കല്ലേ, ആ വഴി വന്നപ്പം നിനക്ക് വേണ്ടി കുറച്ച് കരിവളയും പൊട്ടും ചാന്ത് വെക്കാണെന്ന് നീ വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് മോക്ക് വേണ്ടി ബാലിലാടുന്ന് ഉടുപ്പ് വെപ്പിച്ചതാ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതമോൾ മതി. അവൾ ഇന്നോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവള് നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ? ഇവിടെ എല്ലാവർക്കും ഉള്ള മണിക്കുട്ടിയാ. എനിക്കതാ പ്രയാസം. കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവളോട്ട് കൂട്ടാക്കുന്നില്ല. എല്ലാവരോടും അവൾക്ക് ഇഷ്ടാ, എന്നെ ഒഴിച്ച്. എങ്ങനെയാ പറഞ്ഞു പേടിപ്പിച്ചിരിക്കല്ലേ വെള്ളാടി മുത്തിയെന്ന്? അവളത് അത്ര കാര്യമാക്കുന്നു ഞാൻ കരുതിയോ? സൂക്ഷിച്ചു നോക്ക്, ഇപ്പൊ പല്ല് മുളയ്ക്കണല്ലോ. ഉണ്ടോ? ആ, അതാ അങ്കിള് പറഞ്ഞ് കൊമ്പുമില്ല. നോക്കിയേ, കൊമ്പുണ്ടോ? ഇപ്പൊ മുഖ പേടിയുണ്ടോ? എന്നാ തൊട്ട് നോക്കി. തൊട്ട് നോക്കും മോളെ. മോളെ തൊട്ട് നോക്ക്. ഇപ്പൊ നോക്ക് പേടിയുണ്ടോ? ഒട്ടും. ആ, വാ. ഇതാണ് വെള്ളാടിമുത്തി. ആ, കല്ലാക്കി മാറ്റിയതാ വെള്ളാടിമുത്തിയെ. അതോ പണ്ട് ഒത്തിരി പണ്ട് ഇരുട്ടുകുത്തി മല ഇറങ്ങി കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വെള്ളാടിമുത്തി വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മരത്തി കെട്ടിയിട്ടു. എന്നിട്ട് തലയിൽ ആണി അടിച്ച് ദേവിയാക്കി ഈ കല്ലിൽ പ്രതിഷ്ഠിച്ചിരിക്കുക. ഇപ്പോ നമ്മളുടെയൊക്കെ ദേവിയാ വെള്ളാടിമുത്തി. മോളെ തൊഴുതോ.